ഹലോ, നമുക്കിന്നൊരു കയ്പ്പില്ലാത്ത കയ്പ്പയ്ക്കപ്പുളി അങ്ങോട്ട് ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ചട്ടി വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ നന്നായിട്ട് നല്ല വറുത്ത് വരണം കേട്ടോ, നല്ല ചുവന്ന കളറായിട്ട് വരണേ. അപ്പോൾ നല്ലപോലെ ചുവന്ന് വരുന്ന നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇട്ട് നല്ലപോലെ വറുത്തെടുക്കാം തേങ്ങ. തേങ്ങ നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതൊന്നിട്ട് കുറച്ചൊന്ന് മല്ലിയുടെ മണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് മുളക് പൊടിയും ഇട്ട് കൊടുക്കാം കേട്ടോ. മുളക് പൊടിയും 2 സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അതും നല്ലപോലെ ഇട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് കയ്പ്പയ്ക്ക എടുക്കാം കേട്ടോ. കയ്പ്പയ്ക്ക ഇതുപോലെ ചെറുതായിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. വെള്ള കളർ കുറച്ചുകൂടി കളർ കുറവുള്ള കയ്പ്പയ്ക്കാണെങ്കിൽ കുറച്ചും കൂടി കയ്പ്പ് കുറവുണ്ടാവും. അതെനിക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ കയ്പ്പയ്ക്ക എടുത്തത്. അത് നല്ലപോലെ കുഞ്ഞതായിട്ട് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പുളി വെള്ളത്തിലിടണം. ഈ വലുപ്പത്തിൽ നാരങ്ങ വലുപ്പത്തിലുള്ള ഒരു പുളിയെടുത്ത് കുറച്ച് ചൂടുവെള്ളത്തിലിട്ടാൽ വേഗം കിട്ടും. പുളി വെള്ളത്തിലിട്ട് വയ്ക്കാം. ഇനി നമുക്ക് തേങ്ങ വറുത്തതൊന്ന് മാറ്റിയെടുത്തിട്ട് അതിൽ നമുക്ക് ഈ വെളിച്ചെണ്ണ ഒഴിച്ച് കയ്പ്പയ്ക്ക ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇങ്ങനെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ കയ്പ്പൊക്കെ കുറേയൊക്കെ നല്ല രീതിയിൽ കുറയും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു സവാള എടുക്കാം. പിന്നെ കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ കയ്പ്പയ്ക്ക നന്നായിട്ട് മുരിഞ്ഞ് വരുന്ന സമയത്ത് അതിലേക്ക് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. ഇതെല്ലാം ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ പുളി പിഴിഞ്ഞ് വെച്ചത് പുളി വെള്ളം കൂടിയും ഒഴിച്ചു കൊടുത്ത് നന്നായി തിളച്ചൊന്ന് വറ്റി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ഇട്ട് കൊടുക്കാം. ഇട്ട് നന്നായിട്ടൊന്ന് മിക്സായി വരുന്ന സമയത്ത് നമ്മുടെ കയ്പ്പയ്ക്കപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അധികം കയ്പ്പൊന്നുമില്ല, അധികം എന്നല്ല, അത്രയ്ക്കൊന്നും കയ്പ്പില്ല. കയ്പ്പയ്ക്കാണെന്ന് തോന്നുന്നില്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കി ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കയ്പ്പയ്ക്കപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ചിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കൂ കേട്ടോ, അടിപൊളിയാണ്.